Hi students, have a nice day to all. Today we are going to discuss about a new topic of the chapter Motion in a Straight Line. The topic is kinematic equations of motion for uniformly accelerated motion. What are kinematic equations of motion? Do you know? These are the simple relation connecting the initial velocity, final velocity of a body, acceleration, time taken and displacement. Here we are taking the initial velocity as u, final velocity is represented by the letter v, time taken as t, displacement s and acceleration a. Here we will derive three types of relations connecting these quantities. First one is velocity time relation, that is v is equal to u plus at. Second one is displacement time relation, that is s is equal to ut plus half at square. And third relation is velocity displacement relation, v square is equal to u square plus 2as. നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് രണ്ട് തരത്തിൽ ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത്. ഒന്ന് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്, ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഡെറിവേഷൻ ചെയ്യാന്നുള്ളത്. രണ്ടാമത്തെ ബൈ കാൽക്കുലസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്തു തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രം ഗ്രാഫ് എങ്ങനെയാണ് ഈ മൂന്ന് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v is equal to u plus at. എങ്ങനെയാണ് നമുക്കത് ഡെറൈവ് ചെയ്യാമെന്ന് നോക്കാം. കൺസിഡർ എ ഗ്രാഫ്. Here is the velocity time graph is here. This is the initial velocity u at a time t is equal to 0. And after a time t, the velocity becomes v. Why? The body is accelerating. It has a uniform acceleration. That is, after a time t, the body acquires the velocity v. u എന്നുള്ളത് ഗ്രാജുവലി കൂടി വന്ന് എന്തായി മാറി? v ആയി മാറുന്നു. അപ്പോൾ യു ഗ്രാജുവലി കൂടുന്നതിൻ്റെ ഫലമായിട്ട് അതിന് കിട്ടുന്നത് യൂണിഫോം ആക്സലറേഷൻ ആണ്. അങ്ങനെ കിട്ടിയ ആക്സലറേഷൻ ആണ് എ എന്നുള്ള ആക്സലറേഷൻ. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ 0 മുതൽ t സെക്കൻഡ് വരെ, ദാറ്റ് ഈസ് t. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ടൈം ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ സ്ലോപ്പാണ്. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. നമ്മൾ പിന്നെ പഠിച്ചാണ് സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ എ. ആക്സലറേഷൻ എ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ് അല്ലേ? ടാൻ തീറ്റ. നമ്മൾ ഈ ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുക. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ആണുള്ളത്. ആ എ ബി സി ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ പോവാണ്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു യു നോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ബി സി ബൈ എ സി. ബി സി ബൈ എ സി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി? എങ്ങനെ ബി സി കാണാൻ പറ്റുക? ബി സി എന്നുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്തിന് ഈക്വൽ ആണ് അല്ലേ? ഈ ലെങ്ത്തിന് ഈക്വൽ ആണ് ഈ ലെങ്ത്. നമുക്കറിയാം ഇവിടെ മുതൽ ഈ ഡിസ്റ്റൻസ് വരെ നമ്മൾ വി എന്ന് എടുക്കുക. ദാറ്റ് ഈസ് എ ഫൈനൽ വെലോസിറ്റി. ഈ ഒ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് യു. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ വിയിൽ നിന്ന് യു മൈനസ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ബി സിക്ക് ഈക്വലൻ്റ് ആയ ലെങ്ത് ആണ് ഈ ലെങ്ത്. ദാറ്റ് ഈസ് വി മൈനസ് യു ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് എ സി? എ സി ഈസ് ദിസ് ഡിസ്റ്റൻസ്. ഇവിടെ 0 ആണ്, ഇവിടെ t ആണ്. സോ t മൈനസ് 0. ഓക്കെ. സോ ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഓക്കെ. ദെൻ ക്രോസ് മൾട്ടിപ്ലൈയിങ്, ദാറ്റ് ഈസ് എ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. ദെൻ വി മൈനസ് യു ഇസ് ഈക്വൽ ടു നൗ യു ക്യാൻ റൈറ്റ് എ ടി or v is equal to u plus at. So this is the simple relation connecting velocity and time for a uniformly accelerated motion. അടുത്തത് നമുക്ക് രണ്ടാമത്തെ റിലേഷൻ നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. s is equal to ut plus half at square. എങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് ഇതിൻ്റെ ഡെറിവേഷൻ കിട്ടുക നമുക്ക് നോക്കാം. നോക്കൂ, നമുക്കറിയാവുന്ന ഒരു ഫാക്ട്, ദി ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫിനടിയിലുള്ള ഏരിയ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. സോ യു ഹവ് ടു കൺസിഡർ ദി ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്,
ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് രണ്ടിൻ്റെയും ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. സോ ഏരിയ ഓഫ് റെക്ടാങ്കിൾ, റെക്ടാങ്കിളിൻ്റെ പേര് OACD ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABC. ഈ രണ്ടിൻ്റെ ഏരിയ നമുക്ക് കണ്ടെത്താം. നമുക്കറിയാം റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇപ്പോൾ ഇവിടെ റെക്ടാങ്കിൾ എടുക്കുമ്പോൾ ഇതാണ് റെക്ടാങ്കിൾ OA ഇൻറ്റു OD, ദാറ്റ് ഈസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ, പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ്, ബേസ് പറഞ്ഞാൽ AC ആണ്, ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞാൽ BC ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊക്കെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് OA എന്ന് പറഞ്ഞാൽ? OA മീൻസ് ദിസ് ലെങ്ത്, ഈ ലെങ്ത്തിനെ നമ്മൾ U എന്ന് പറയുന്നത്, U ഇൻറ്റു വാട്ട് ഈസ് OD. OD എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് T, ദാറ്റ് ഈസ് U ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് AC. AC മീൻസ് ദിസ് ലെങ്ത്, ദാറ്റ് ഈസ് T ഇൻറ്റു വാട്ട് ഈസ് BC. BC മീൻസ് ദിസ് ലെങ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു BC എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, ഈ ലെങ്ത്തിന് ഈക്വൽ ആണ് ഈ ലെങ്ത്, ദാറ്റ് ഈസ് V മൈനസ് U. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു V ഈസ് ഈക്വൽ ടു U പ്ലസ് Z. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിലേഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഇന്ന് എഴുതാം V മൈനസ് U ഈസ് ഈക്വൽ ടു AT എന്ന് എഴുതാം. ഫ്രം ഇക്വേഷൻ 1 വി ക്യാൻ റൈറ്റ് V മൈനസ് U ഈസ് ഈക്വൽ ടു AT. ഞാൻ ഈ V മൈനസ് യുവിന് പകരം എന്ത് കൊടുക്കാൻ പോവാണ്? ഈ AT കൊടുക്കാൻ പോവാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ S ആണ്. S ഈസ് ഈക്വൽ ടു U ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു T ഇൻറ്റു V മൈനസ് യുവിന് പകരം എന്ത് കൊടുത്തു? AT കൊടുത്തു. ദാറ്റ് ഈസ് S ഈസ് ഈക്വൽ ടു U ഇൻറ്റു T അതുപോലെ എഴുതി, പ്ലസ് ഹാഫ് ഇൻറ്റു AT ഇൻറ്റു T മീൻസ് ഹാഫ് AT സ്ക്വയർ. സോ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ദിസ് ഈസ് ദ റിലേഷൻ കണക്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം. അപ്പോൾ നമ്മൾ ചെയ്തവിടെ എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടെത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടി. S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. മൂന്നാമത്തെ റിലേഷനാണ് V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. ഈ റിലേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നേ പഠിച്ച രണ്ട് റിലേഷനും ടൈം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് T എന്നുള്ളൊരു ഫാക്ടർ, ഇവിടെ T ഉണ്ട്, ഇവിടെ T ഉണ്ട്. ഹിയർ ദർ ഇസ് നോ T. V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് നേരത്തെ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതിയപ്പോൾ കിട്ടിയ സ്റ്റെപ്പായിരുന്നു S ഈസ് ഈക്വൽ ടു U ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു T ഇൻറ്റു V മൈനസ് U. നമ്മൾ ഏരിയ കണ്ടെത്തി, അതായത് റെക്ടാങ്കിളിൻ്റെ ഏരിയയും ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തിയപ്പോൾ കിട്ടിയ സ്റ്റെപ്പായിരുന്നു U ഇൻറ്റു T പ്ലസ് ഹാഫ് ഇൻറ്റു T ഇൻറ്റു V മൈനസ് U. ഓക്കെ, ദാറ്റ് ഇസ് UT. അതേപോലെ എഴുതി ഞാനിവിടെ ബ്രാക്കറ്റ് മാറ്റി V ഇൻറ്റു T ബൈ 2 എന്നുള്ളതിന് VT ബൈ 2 മൈനസ് ടീനെ U കൊണ്ട് ഗുണിച്ചു, ദാറ്റ് ഈസ് UT ബൈ 2. 2 എന്നുള്ളത് കോമൺ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് VT ബൈ 2. അതേപോലെ എഴുതി ഇവിടെ നമുക്കൊരു UT ഉണ്ട്, ഒരു മൈനസ് UT ബൈ 2 ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് UTയിൽ നിന്ന് കുറയ്ക്കണം. ഫുൾ UTയിൽ നിന്ന് ഹാഫ് UT കുറച്ചാൽ ബാക്കി എന്താ കിട്ടുക? ഹാഫ് UT, ദാറ്റ് ഈസ് VT ബൈ 2 പ്ലസ് UT ബൈ 2. ഓക്കെ, ദെൻ V പ്ലസ് U ബൈ 2 ഇത്രയും ഭാഗം കോമൺ ആക്കി എടുത്തിട്ട് T പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് V പ്ലസ് U ബൈ 2 എന്നുള്ള ഒന്നിച്ചെടുത്തു, ഇൻറ്റു T എന്നുള്ളത് കോമൺ ആയതുകൊണ്ട് അത് പുറത്തേക്ക് എടുത്തു. V പ്ലസ് U ബൈ 2 ഇൻറ്റു T, ദാറ്റ് ഈസ് V പ്ലസ് U. V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്, U എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അത് രണ്ടും കൂടി സം ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആവറേജ് ആണ്. രണ്ട് ക്വാണ്ടിറ്റികൾ കൂട്ടിക്കൊണ്ട് 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ്, ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റി, ഒന്ന് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ രണ്ടിൻ്റെയും സം ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്, അതിനെ കിട്ടിയ വാല്യൂവിനെ പറയുന്ന പേരാണ് ആവറേജ് വാല്യൂ. ദാറ്റ് ഈസ് V ആവറേജ് ഇൻറ്റു T. V ആവറേജ് ഇൻറ്റു T. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോം ആക്സലേഷനിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V ആവറേജ് ഈസ് ഈക്വൽ ടു V plus U by 2. That is final velocity plus initial velocity divided by 2. പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള റിലേഷൻ ആണത്. V average is equal to V plus U by 2. ഇനി നമുക്ക് വീണ്ടും സ്റ്റെപ്പിലേക്ക് വരാം. S is equal to V average. ഇതിന് പകരം നമ്മൾ കൊടുത്തു V average into T. That is V average എന്ന് പറഞ്ഞാൽ V plus U by 2 into T എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഫസ്റ്റ് റിലേഷൻ ഒന്നുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യാണ്. V plus U is equal to AT ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? V minus U, that is V minus U is equal to AT എന്ന് എഴുതാം. That is V minus U by A is equal to T. അതായത് A നെ കൊണ്ടുവരാം. That is V minus U by A is equal to T എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ Tക്ക് പകരമായിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് V minus U by A. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഡിസ്പ്ലേസ്മെന്റ് S is equal to
v plus u by 2 into v minus u by a. Okay, that is displacement s is equal to, ഇവിടെ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി v plus u into v minus u, a plus b into a minus b എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a plus b into a minus b എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതേപോലെ ഇവിടെ എങ്ങനെ എഴുതാം, v plus u into v minus u എന്നുള്ളതിന് പകരം v സ്ക്വയർ മൈനസ് യു സ്ക്വയർ 2യും എയും ചേർത്ത് എഴുതി, ദാറ്റ് ഈസ് 2a. ഈ 2a നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് 2as is equal to v സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഞാൻ എന്ത് ചെയ്തു, യു സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, മൈനസ് യു സ്ക്വയർ ഇങ്ങനെ ഈ ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് യു സ്ക്വയർ, ദാറ്റ് ഈസ് യു സ്ക്വയർ പ്ലസ് 2as is equal to v സ്ക്വയർ, ഓർ തിരിച്ചെഴുതാം v സ്ക്വയർ is equal to യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, v സ്ക്വയർ is equal to യു സ്ക്വയർ പ്ലസ് 2as. ഈ മൂന്നും കൂടി ചേർത്തുള്ള ഇതിനാണ് നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് വെലോസിറ്റി ടൈം റിലേഷൻ, സെക്കൻഡ് വൺ ഈസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ, തേർഡ് വൺ ഈസ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഗ്രാഫിക്കൽ മെത്തേഡ് വഴി പ്രൂവ് ചെയ്തു. ഇനി ഇതേ ഇക്വേഷൻസ് തന്നെ നമുക്ക് കാൽക്കുലസ് മെത്തേഡ് വഴിയും എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓരോ ഇക്വേഷനായിട്ട് നമുക്ക് കാൽക്കുലസ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ച എന്തായിരുന്നു, വെലോസിറ്റി ടൈം റിലേഷൻ v is equal to u plus at, v is equal to u plus at. നമുക്കറിയാവുന്ന ഒരു ഫാക്റ്റാണ് ആക്സലറേഷൻ is equal to dv by dt, that is change in velocity, dv by dt is the time interval, so a is equal to dv by dt. നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താണ്, dv is equal to a into dt, dv is equal to a into dt. നമ്മളിവിടെ ഒരു മാത്തമാറ്റിക്കൽ പ്രോസസ് നടത്തുകയാണ്, ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ആൻഡ് അപ്ലൈ ദ ലിമിറ്റ്സ്. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേഷൻ നടത്തുകയും അതിനുശേഷം ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത്, ഇവിടെ വേരിയബിൾസ് എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ വെലോസിറ്റിയാണ് ഇവിടുത്തെ വേരിയബിൾ. നമുക്കറിയാം യു എന്നുള്ള ഇനീഷ്യൽ വെലോസിറ്റി, കുറച്ച് കഴിയുമ്പോൾ ഫൈനൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി മാറുന്ന ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേഷൻ നടത്തുന്നു. അതേപോലെ ഇവിടെ ഡി ടി ടൈം മാറുന്നത്, 0 ആണ് ഇനീഷ്യൽ ടൈം, പിന്നെ ടൈം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടൈം ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ഇവിടെ ടൈമിനായി വെലോസിറ്റിയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രലിൻ്റെ സിമ്പിളാണ് ദിസ് വൺ. ഏത് മുതൽ ഏത് വരെ, ഇവിടെ 2 വാല്യൂസ് നമുക്ക് അറിയാവുന്ന, ഇനീഷ്യൽ വെലോസിറ്റി u ആൻഡ് ഫൈനൽ വെലോസിറ്റി v. സോ u to v dv is equal to ഇൻ്റഗ്രൽ ടൈം എന്ന് ഞാൻ പറഞ്ഞു, ഇനീഷ്യൽ ടൈം 0 ആയിരുന്നു, ഫൈനൽ ടൈം t ആണ്, ദാറ്റ് ഈസ് 0 to t a into dt. ഓക്കെ, ഇനി നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ എങ്ങനെ നടത്താൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ 2 റിലേഷനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ u to v. u to v മീൻസ് നമുക്കറിയാവുന്ന 2 ലിമിറ്റ്സ്, ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റി യും ഫൈനൽ വെലോസിറ്റി v ആണ്. സോ ഇൻ്റഗ്രൽ u to v dv is equal to ഇൻ്റഗ്രൽ 0 to t a into dt. ഇനി നമുക്ക് ഇത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ അറിയാവുന്ന ഒരു റിലേഷൻ എടുക്കേണ്ടത് v raised to n dv, അതായത് വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു dv, അതായത് ഇവിടെ dv ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. v raised to n dv is equal to നമുക്കറിയാവുന്ന റിലേഷൻ v raised to n plus 1 by n plus 1 എന്ന് പറഞ്ഞാൽ ആ പവർ n ആണെങ്കിൽ n കൂടെ 1 ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ n plus 1. അതേപോലെ ഇൻ്റഗ്രൽ t raised to n dt ആണെങ്കിൽ t raised to നേരത്തെ പോലെ തന്നെ n-ലൂടെ ഒരു പവർ കൂട്ടുക n plus 1 by n plus 1. ഇനി നമുക്ക് ഇവിടെ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് ആ തരത്തിൽ v raised to n-ഉം അതുപോലെ ഇവിടെ t raised to n ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡി വിക്ക് കൂടെ ഞാനൊരു v raised to 0 ആഡ് ചെയ്തു. v raised to 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. എനി നമ്പർ raised to 0 is 1. സോ v raised to 0 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. dv is equal to a into, ഇവിടെ ഞാൻ a കോൺസ്റ്റൻ്റ് ആണ്. ആക്സലേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആക്സലേഷൻ, അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവർ ഇൻ്റഗ്രേഷൻ നടത്തേണ്ടതില്ല, a എന്നുള്ളതിനെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ ഡി ടി ആണ് വരിക. ഡി ടിയുടെ കൂടെ ഞാൻ t raised to 0 dt. നിങ്ങൾ കുറച്ചുകൂടി മാത്സിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇൻ്റഗ്രേഷൻ നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ t raised to 0 into dt എന്ന് എഴുതി. ദാറ്റ് ഈസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ n എന്നുള്ളതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. സോ v raised to 0 dv എന്ന് പറഞ്ഞാൽ അതേ പ്രകാരം v raised to n plus 1 by n plus 1. സോ v raised to 0 plus 1 divided by 0 plus 1. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞു. ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. u to v ഈസ് ഈക്വൽ ടു, മനസ്സിലായല്ലോ, a എന്നുള്ളത് അതേപോലെ എഴുതി.
ഇവിടെ ഇതേപോലെ ടി റേസ് ടു 0 ഡി ടി, ടി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. സോ ടി റേസ് ടു n + 1 / n + 1 എന്നുള്ള പോലെ ടി റേസ് ടു 0 + 1 / 0 + 1 ലിമിറ്റ്സ് അപ്ലൈ ചെയ്തു 0 മുതൽ ടി വരെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 + 1 1 ആണ്. അപ്പോൾ v റേസ് ടു 1/1 ദാറ്റ് ഈസ് v എന്ന് എഴുതാം. v u to v is equal to a അതേപോലെ എഴുതി ടി റേസ് ടു 0 + 1 / 0 + 1 എന്ന് പറഞ്ഞാൽ ടി ആണ്, 0 to t. ഇനിയിപ്പോൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക ആ വാല്യൂവിന്, അതിനുശേഷം ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്ത വാല്യൂ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത വാല്യൂ. അപ്പോൾ വിക്ക് ആദ്യം കൊടുക്കേണ്ട വാല്യൂ വി തന്നെയാണ്, വി അതേപോലെ കൊടുത്തു, മൈനസ് ചെയ്യുക. പിന്നെ വിക്ക് കൊടുക്കേണ്ട ലോവർ ലിമിറ്റ് ആണ് യു. സോ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ അതേപോലെ എഴുതി. ഇവിടെ ടിക്ക് ആദ്യം കൊടുക്കേണ്ട അപ്പർ ലിമിറ്റ് ആണ്, ടിയുടെ അപ്പർ ലിമിറ്റ് ടി തന്നെയാണ്, മൈനസ് ടിയുടെ ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ എന്ത് കിട്ടി, വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ എ ടി ആണ്. സോ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി ഓർ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമുക്ക് ഈ റിലേഷൻ ഗ്രാഫിക്കൽ മെത്തേഡ് പോലെ തന്നെ കാൽക്കുലസ് മെത്തേഡ് പ്രകാരം കിട്ടി, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ നമ്മൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ് നമ്മുടെ ആക്സലറേഷൻ. അപ്പോൾ ഡി വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ടി. പിന്നെ ചെയ്യേണ്ടത് രണ്ട് സൈഡും ഇൻറ്റഗ്രേഷൻ നടത്തുക. ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ റിലേഷൻ ഓർമ്മ വേണം. അതിനുശേഷം നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഡി വി കൊടുത്തു, ഇവിടെ എ ഡി ടി കൊടുത്തു. ആക്സലേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുക്കാം. പിന്നെ നമ്മൾ ആ തരത്തിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റിലേഷൻ കിട്ടുന്നത് വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതി മനസ്സിലാക്കി പഠിക്കണം. സോ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ദാറ്റ് ഇസ് ദ ഫൈനൽ റിലേഷൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ റിലേഷൻ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന റിലേഷനാണ് വി ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി. വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഓർ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് വെലോസിറ്റി. സോ ഡി എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി ടി. ക്രോസ് മൾട്ടിപ്ലിയാണ്, ഡി എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി ടി. നേരത്തെ പോലെ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇൻ്റഗ്രൽ 0 to s, ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേരിയബിൾ. സോ ലോവർ ലിമിറ്റ്, അതായത് ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എസ് ആയി മാറി. അപ്പോൾ 0 to s ആണ് ഇവിടെ ലിമിറ്റ്സ്. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t വി ഡി ടി. ഇവിടെ നോക്കൂ, ഇവിടെ ഞാനിവിടെ ലിമിറ്റ്സ് കൊടുത്തിരിക്കുന്നത് 0 മുതൽ ടി വരെയാണ്. കാരണം വെലോസിറ്റി ഇസ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഇവിടെ വെലോസിറ്റിക്ക് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേരിയേഷൻ വരുന്നത് ടൈമിനായതുകൊണ്ട് ലിമിറ്റ്സ് കൊടുക്കുന്നത് 0 മുതൽ ടി വരെയാണ് കൊടുത്തത്. ഓക്കെ, ദെൻ ലിമിറ്റ് 0 to s ഡി എസ് ഇസ് ഈക്വൽ ടു വിക്ക് പകരം നമുക്ക് എന്തറിയാം, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പോൾ വിക്ക് പകരം എന്ത് കൊടുത്തു, യു പ്ലസ് എ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ഇനി ഈ ഇൻ്റഗ്രൽ സിമ്പിൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒരു മാറ്റമില്ല. ഇൻ്റഗ്രൽ 0 to s ഡി എസ് ഇസ് ഈക്വൽ ടു ഈ യു ഇൻറ്റു ഡി ടി ഒരു ലിമിറ്റ്സ് ആക്കി എഴുതി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to t യു ഇൻറ്റു ഡി ടി ഒരു ടേം ആയിട്ട് എഴുതി. പ്ലസ് പിന്നെ അടുത്ത ടേം ഇൻ്റഗ്രൽ 0 to t എ ടി ഡി ടി. ഓക്കെ, ദെൻ ഇവിടെ യു എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, കോൺസ്റ്റന്റ് ആണ്, അത് മാറുന്നില്ല. ഇനീഷ്യൽ വെലോസിറ്റി ഒറ്റ വാല്യൂ തന്നെ ഉള്ളൂ. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ യു പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to t ഡി ടി പ്ലസ് ഇവിടെ എ ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണ്, എ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to t ടി ഡി ടി. ഓക്കെ, ദെൻ ഡി എസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് എഴുതിയ പോലെ തന്നെ എഴുതുകയാണെങ്കിൽ ഇവിടെ എസ് റൈസ് ടു 0 ഡി എസ് എന്ന് എഴുതാം. അപ്പോൾ എസ് റൈസ് ടു 0യുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എസ് റൈസ് ടു 0 + 1 / 0 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എസ് ആണ്. ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി ടി ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ആണ്. നേരത്തെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇവിടെ തന്നെ എഴുതാം, യു ഇൻറ്റു ടി. ലിമിറ്റ്സ് കൊടുത്തു 0 മുതൽ ടി വരെ, പ്ലസ് എ ഇൻറ്റു ഇവിടെ ടി ഡി ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ ടിയുടെ പവർ എന്താണ്, 1 ആണ്. ടി റേസ് ടു 1 ആണ്. അപ്പോൾ ടി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 + 1 / 1 + 1. അപ്പോൾ ടി റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ്സ് കൊടുത്തു 0 മുതൽ ടി വരെ. ഓക്കെ, ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. എസിന് ആദ്യം കൊടുക്കുന്ന അപ്പർ ലിമിറ്റ് എസ് തന്നെയാണ്. എസ് മൈനസ് ലോവർ ലിമിറ്റ് 0 ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ടിക്ക് കൊടുക്കുന്ന അപ്പർ ലിമിറ്റ് ടി ആണ്, ടി മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, പ്ലസ് എ ബൈ 2 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. ടിയുടെ അപ്പർ ലിമിറ്റ് ടി തന്നെ, ദാറ്റ് ഈസ് ടി സ്ക്വയർ മൈനസ് 0. ഇവിടെ 0 ഒക്കെ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്തായിരിക്കും, എസ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ടി
plus half a t square. That is our required relation. S is equal to ut plus half a t square. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റിലേഷനും ഗ്രാഫിക്കൽ മെത്തേഡ് കൂടാതെ കാൽക്കുലസ് മെത്തേഡ് പ്രകാരം അതായത് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഡിറൈവ് ചെയ്ത് S is equal to ut plus half a t square. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ആ ഇക്വേഷൻസ് ഒരു ഓർമ്മ വേണം. അത് പ്രാക്ടീസ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് എഴുതാൻ കഴിയും. S is equal to ut plus half a t square. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റിലേഷൻ v square is equal to u square plus 2as കാൽക്കുലസ് മെത്തേഡ് പ്രകാരം ചെയ്യാന്നുള്ളതാണ്. നമുക്കറിയാം ആക്സലറേഷൻ a is equal to dv by dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റീഅറേഞ്ച്മെന്റ് നടത്താണ്. dv by dt ഞാൻ dv by ds into ds by dt, മുകളിലും താഴെയായിട്ട് ഡി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡി എസ് ഇവിടെ കൊടുത്തു, ഡി എസ് ഇവിടെ കൊടുത്തു. അപ്പോൾ ഓവറോൾ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഇതിൽ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈമാണ്. അതിന് നമുക്കറിയാം അത് വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? എ ഇസ് ഈക്വൽ ടു ഇതിന് പകരം വെലോസിറ്റി വി കൊടുത്തു ഇൻറ്റു ഡി വി ബൈ ഡി എസ്. ഓക്കെ, ഇനി ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താണ്. ഈ ഡി എസിനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഇവിടെയുള്ള ഡി എസ് ഇങ്ങോട്ട് വരുമ്പോൾ എ ഇൻറ്റു ഡി എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി. നേരത്തെ ചെയ്ത പോലെ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ നടത്തുക. ഇവിടെ എസ് ആണ് വേരിയബിൾ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേരിയബിൾ. അപ്പോൾ ലിമിറ്റ്സ് കൊടുക്കുന്നത് 0 മുതൽ എസ് വരെ. 0 to s എ ഡി എസ് ഇസ് ഈക്വൽ ടു ഇവിടെ വി വിത്ത് റെസ്പെക്ട് ടു ഡി വി ആണ്. അത് വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡി വി ആണ്. ദാറ്റ് ഈസ് അപ്പോൾ അതിൻ്റെ ലിമിറ്റ്സ് നമുക്കറിയാം. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്. അപ്പോൾ യു ടു വി വി ഡി വി. ഓക്കെ, ദെൻ എ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, എ പുറത്തേക്ക് എടുത്തു. ഡി എസിൻ്റെ ഇൻ്റഗ്രൽ എസ് ആണ്. 0 to s ഇസ് ഈക്വൽ ടു വി ഡി വി എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ വിയുടെ പവർ 1 ആണ്. അപ്പോൾ വി റേസ് ടു 1 ഡി വി എന്ന് പറഞ്ഞാൽ വി റേസ് ടു 1 + 1 / 1 + 1. അപ്പോൾ വി സ്ക്വയർ ബൈ 2 എന്ന് വരും. വി സ്ക്വയർ ബൈ 2 ലിമിറ്റ്സ് കൊടുത്തു യു ടു വി. ഓക്കെ, ലിമിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എ അതേപോലെ എഴുതി. എസിന് ആദ്യം കൊടുക്കുന്ന വാല്യൂ എസ് തന്നെ. ദാറ്റ് ഈസ് എസ് അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് 0. സോ എ ഇൻറ്റു എസ് മൈനസ് 0 ഇസ് ഈക്വൽ ടു വിക്ക് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, വി തന്നെയാണ്. സോ വി സ്ക്വയർ മൈനസ് വിക്ക് ഏത് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് യു. ദാറ്റ് ഈസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. 2 കോമൺ ആണ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2. ഇനി 0 ഒഴിവാക്കി കഴിഞ്ഞാൽ എ എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2. ഈ 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പോൾ ആ യു സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ യു സ്ക്വയർ പ്ലസ് 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ, ഓർ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ദിസ് ഈസ് അവർ റിക്വയർഡ് റിലേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അറേഞ്ച്മെന്റ് ഈ തരത്തിൽ തന്നെ എഴുതണം. എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്നുള്ളതിന് ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് ഡി എസ് ബൈ ഡി ടിക്ക് പകരം വെലോസിറ്റി എന്ന് എഴുതാം. പിന്നെ ഡി വി ബൈ ഡി എസ്, പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രേഷൻ നടത്തുകയും ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ ഈ തരത്തിൽ കിട്ടും. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഈ 3 ഇൻ്റഗ്രേഷൻ വഴിയുള്ള ഈ 3 റിലേഷനും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി മാറും. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 8, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. രണ്ട് തരത്തിലും നമ്മൾ പ്രൂവ് ചെയ്തു. ഗ്രാഫിക്കൽ മെത്തേഡ് പ്രകാരമാണ് എക്സാമിന് ചോദിക്കുന്നത്, ആ തരത്തിൽ എഴുതാം. അല്ലാത്ത തരത്തിലാണെങ്കിൽ കാൽക്കുലസ് മെത്തേഡ് പ്രകാരം നമുക്ക് ഈ തരത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ മാത്സിൽ കുറച്ചും കൂടി കാൽക്കുലസ് ഒക്കെ ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ വളരെ സിമ്പിളായി തോന്നും. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് നമുക്കൊരു പ്രോബ്ലം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. എ കാർ മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h. അത് കാർ ട്രാവൽ ചെയ്യുന്ന ഇനീഷ്യൽ സ്പീഡാണ് 126 km/h. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ്, അത് അവിടെ നിർത്തുകയാണ്. വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. ബ്രേക്ക് ചവിട്ടിയിട്ട് 200 മീറ്ററിൻ്റെ സഞ്ചരിച്ചതിന് ശേഷം അതവിടെ നിന്നു. അപ്പോൾ നമുക്കറിയാം ആക്സലേഷൻ്റെ ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക, ബ്രേക്കാണ് ചവിട്ടിയിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദി റിട്ടാർഡേഷൻ ഓഫ് ദി കാർ? ആക്സലേഷൻ കണ്ടുപിടിക്കണം. നെഗറ്റീവ് സൈനാണ് കിട്ടുമെങ്കിൽ നമുക്ക് റിട്ടാർഡേഷൻ ആണെന്ന് ഉറപ്പിക്കാം. ആൻഡ് ഹൗ ലോങ് ഡസ്, എത്ര സമയം കൊണ്ട് ഈ കാറ് ഈ ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ട് നിൽക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ തന്ന് കണ്ടെത്തണം, എത്ര ടൈം എടുത്തു എന്നുള്ള ടീം കണ്ടെത്തണം. ഡാറ്റ തന്നിരിക്കുന്ന ഇവിടെ കാറിൻ്റെ ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട് യു ഇസ് ഈക്വൽ ടു 126 km/h.
അപ്പോൾ കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് നമുക്ക് അതിനെ SI യൂണിറ്റിലേക്ക് ആക്കി മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മളതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതെങ്ങനെയാണ്? അതായത് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു കിലോമീറ്റർ പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ അവറിനെ സെക്കൻഡിലേക്ക് ആക്കാൻ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്, അത് 60 ഇൻറ്റു 60 ചെയ്യുമ്പോൾ 3600 സെക്കൻഡാണ് ഒരു അവർ എന്ന് പറയുന്നത്. അപ്പോൾ 1000/3600 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/18 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 126 ഇൻറ്റു 5/18 ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ 35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഫൈനൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ദ കാർ ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ്, കാർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഫൈനൽ സ്പീഡ് 0 ആണ്. ആക്സിലേഷൻ കണ്ടെത്തണം, ടൈം കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആദ്യം ആക്സിലേഷൻ കണ്ടെത്താം. നമുക്കറിയാവുന്ന റിലേഷൻ ടൈം നമുക്കറിയില്ല. അപ്പോൾ ടൈം ആയുള്ള റിലേഷൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേഷനും അറിയില്ല. അതുകൊണ്ട് മൂന്നാമത്തെ റിലേഷനായുള്ള v² u² + 2s ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ആക്സിലേഷൻ കണ്ടെത്താം. ദാറ്റ് ഈസ് v എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 0 = u എന്നുള്ളത് 35, ഇനീഷ്യൽ സ്പീഡ് u² + 2 ഇൻറ്റു a ഇൻറ്റു s എന്ന് പറഞ്ഞാൽ 200. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 0 = 35² പറഞ്ഞാൽ 1225 പ്ലസ് 2 ഇൻറ്റു 200 ദാറ്റ് ഈസ് 400a. ഈ കണ്ടുവിൻ്റെ എങ്ങോട്ട് കൊണ്ടുവന്നു, ദാറ്റ് ഈസ് -1225 = 400a. സോ a = -1225 ഡിവൈഡഡ് ബൈ 400 ദാറ്റ് ഈസ് -3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ നമുക്ക് ഇട്ടിരിക്കുന്ന സൈന് മൈനസ് ആണ്. കാരണം കാറിന് ആക്സലേഷൻ അല്ല സംഭവിക്കുന്നത്, നെഗറ്റീവ് ആക്സലേഷൻ ആണ് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് സംഭവിച്ചത്. അപ്പോൾ റിട്ടാർഡേഷൻ ആണെന്നുള്ളത് ഈ മൈനസ് സൈൻ വ്യക്തമാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കിട്ടി. രണ്ടാമത്, എത്ര സമയം ആണ് ഈ കാറ് ആ ദൂരം സഞ്ചരിക്കാൻ എടുത്തത്? അപ്പോൾ ടൈമാണ് കാണേണ്ടത്. അപ്പോൾ ടൈം ഉപയോഗിച്ച ഏതെങ്കിലും റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് രണ്ട് റിലേഷൻ ഉണ്ട്, s = u2 + r/t² ഉണ്ട്, v² = u² + 2s ഉണ്ട്. ഏറ്റവും സിമ്പിളായ നമുക്ക് ഇതാണ്, v = u + at. അപ്പോൾ അതിൽ നിന്ന് t = എന്ത് എഴുതാം? t = v - u/a. v എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്പീഡാണ്. 0 മൈനസ് ഇനീഷ്യൽ സ്പീഡ് 35 ആണ്. സോ 0 - 35 ഏതെല്ലാം നമുക്ക് ഇവിടെ കിട്ടി? -3.06. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 11.4 സെക്കൻഡ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ കോൺസെപ്റ്റ്സും അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, അതായത് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഗ്രാഫിക്കൽ മെത്തേഡ് പ്രകാരവും കാൽക്കുലസ് മെത്തേഡ് പ്രകാരം എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചു. അപ്പോൾ നിങ്ങളത് എഴുതി പരിശീലിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.